ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ജഡ്ജിയുടെ മകള് കൊല ചെയ്യപ്പെടുകയാണ്. ബോഡി കിട്ടിയിരിക്കുന്നത് ഒരു മലയുടെ മുകളിൽ വെച്ചാണ്. തലക്ക് അടിയേറ്റാണ് ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുള്ളത്. ഈ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നത് മേലുദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പോലീസുകാർക്കൊന്നും യാതൊരു റെസ്പെക്റ്റും കൊടുക്കാതെ തന്റേതായ രീതിയിൽ മാത്രം പോകുന്ന വർമ്മയാണ്. വർമ്മ ഈ ഒരു കേസിലേക്ക് വന്നെങ്കിലും വർമ്മയ്ക്കും ഇതിന്റെ ആ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആരാണ് ഈ കൊലയാളി? നമ്മുടെ വർമ്മയുടെ തല വരെ തിരിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊലയാളി അത്രയും വലിയ ബുദ്ധിമാനായിരിക്കുമോ? എന്താണ് അതിന്റെ ആ ഒരു രഹസ്യം? പല കാര്യങ്ങളിലേക്കും പല ഭാഗത്തേക്കും നമ്മളിങ്ങനെ കൊണ്ടുപോകും. പല ആൾക്കാരാണെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അവസാനം ആരാണെന്ന് അറിയുമ്പോൾ എന്തായാലും ചെറിയൊരു ഞെട്ടലുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയുടെ ഈ മായാലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ ഒരു 4 പിള്ളേര് ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടേതല്ലാത്തൊരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുടെ ഫോണും അല്ല. ഇതേ സമയത്ത് തന്നെ അപ്പുറത്തുണ്ടായിരുന്ന പുല്ലുകൾക്കിടയിൽ നിന്നാണ് ഇതുപോലെ ശബ്ദം കേൾക്കുന്നത്. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇവരാകെ ഷോക്കായി പോയി. ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ് അവിടെ കിടക്കുന്നത്. മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അവൾ ഒരുപാട് മർദ്ദിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. തലയിലും ദേഹത്തിന്റെ പല ഭാഗത്തായിട്ട് പാടുകൾ ഉണ്ടായിരുന്നു. വേഗം തന്നെ ഇവർ പോലീസുകാർ വിളിക്കുകയാണ്. പോലീസുകാർ വേഗം വന്നു ബോഡി ഐഡന്റിഫൈ ചെയ്തു. ഒരു മുൻപേ ജോലി ചെയ്ത ഒരു ജഡ്ജിയുടെ മകളായിരുന്നു. പിന്നെ കുറെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയാണ്. ഫോറൻസിക് ടീം വന്നു. അവരുടേതായ ആ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ട് കണ്ട ആ 4 ചെറുപ്പക്കാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. കാരണം സാക്ഷികളാണെങ്കിലും അവരൊറ്റയടിക്കും കൂടെ വിട്ട് കളയാനൊന്നും കഴിയില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഈ മരിച്ചുപോയ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ പേര് പൂജ എന്നാണ്. പൂജയുടെ അച്ഛനെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആളൊരു ജഡ്ജി ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആണ്. സോ അവരുടെ ആ ഒരു ഫാമിലിയിൽ കാണിക്കണം. എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഇപ്പൊ ഇവരൊക്കെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. ആൾ MLA ആണ് കേട്ടോ. എന്തായാലും വന്ന പാട് തന്നെ ഈ രവി എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജഡ്ജി അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേരും ഈ രവിയുടെ വൈഫിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, കവിത. എപ്പോഴാണോ ഈ പൂജയെ കാണാതായത് അതേ സമയത്ത് തന്നെയാണ് ഈ കവിതയ്ക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല, കോമയിലാണെന്ന് രവി പറയാണ്. ഇപ്പൊ ജഡ്ജി വീണ്ടും ചോദിക്കുകയാണ്, മോനെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്, അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? രവി കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അതായത് 2 ദിവസം മുന്നേ നിങ്ങളുടെ മകൾ പൂജ എന്റെ വീട്ടിലേക്ക് വന്നു. കാരണം ഈ രവിയുടെ വൈഫായിട്ടുള്ള കവിതയും ഈ പൂജയും നല്ല സുഹൃത്തുക്കളാണ്. അവള് വീട്ടിലേക്ക് വന്ന പാട് തന്നെ കവിതയെ ചോദിച്ചു. എന്നാൽ കവിത വീട്ടിൽ അന്നേരം ഉണ്ടായിരുന്നില്ല. അവൾ പൂനെയിലേക്ക് ഒരു കോമ്പറ്റീഷന് വേണ്ടി പോയതായിരുന്നു. ശരിക്കും കവിതയെ കാണാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു പൂജ. അവൾ ആകെ അയ്യോന്നായിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്ന് പോയാൽ മതിയോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്ത് പറയാനാ, എന്തായാലും മുകളിൽ ഒരു റൂം ഫ്രീ ആയി കിടക്കുന്നുണ്ട്, അവിടെ കിടന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഞാൻ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവളെ ഞാൻ അവസാനമായിട്ട് കണ്ടത്. മാത്രമല്ല പോകുന്നതിന് മുന്നേ ചുമ്മാ ഓരോ തമാശകളൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്കളിയാണല്ലോ അവൾക്ക്. ഞാനൊരു MLA ആണ്, അതിനൊക്കെ ഉള്ളത് നീ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ ഒരു തമാശയുടെ രൂപത്തിൽ അവളെ സംസാരിച്ചായിരുന്നു. അതുപോലെ അവൾ എപ്പോൾ പോകുന്നത് ചോദിച്ചപ്പോൾ അധികം വൈകാതെ അവളും പോകുന്നു പറയാണ്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേലക്കാരനോട് പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ഞാൻ പോയപ്പോൾ ഡോർ അടയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനായിട്ട് തന്നെ വേലക്കാരനെ വിളിച്ച് അതൊന്ന് ശരിയാക്കാൻ നോക്കിയപ്പോൾ അവളാണ്, പൂജയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ പോയിക്കോ, ഇത് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് നോക്കിച്ചോളാം. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ടാകും. ഞാനൊരു സാധനം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെൻ ഡ്രൈവ്. അത് എടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ശരിക്കും ഞാൻ ഷോക്കായി പോയി. അവിടുത്തെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ ഉരുണ്ട് വരുന്ന എൻ്റെ വൈഫ് കവിതയാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്ന അതേ സമയത്ത് തന്നെയാണ് വേലക്കാരന് വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് അവളുടെ ആ ഒരു വീഴ്ച കണ്ടതും. പിന്നെ വേഗം തന്നെ ആംബുലൻസിനെ വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഒരു തിരക്കിൽ പൂജ എവിടെ പോയി എന്ന് ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. ചിലപ്പോൾ ഞാൻ പോയ വാർഡ് തന്നെ അവൾ പോയിട്ടുണ്ടാവും. ഇതെല്ലാം കേട്ടിരുന്ന ജഡ്ജി പറയാണ്, ഓക്കെ, എന്തായാലും ഇപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാരിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പോകണം. ആരാണെന്ന് ഇപ്പൊ രവി ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ വർമ്മ എന്ന് പറയാണ്. ഇതിനുശേഷം ആരാണ് ഈ വർമ്മ എന്ന് കാണിക്കുന്നുണ്ട്. ഡ്രഗ്സ് എല്ലാം വെക്കുന്ന ഒരു ഗ്യാങ്ങിന്റെ അടുത്തേക്ക് ഈ വർമ്മ ഇപ്പൊ ചെല്ലുന്നുണ്ട്. അവിടുത്തെ ആളുകളോട് ഇച്ചിരി ഡ്രഗ്സും കാര്യങ്ങളും വേണമെന്ന് പറയണം. അവിടെ പോയി സാധനം പർച്ചേസ് ചെയ്ത് തിരിച്ചു വന്നു. കുറച്ചു നേരം പോയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അവിടെ ഒരു സാധനം വർമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരൊറ്റ പൊട്ടലാണ്. ഈ പൊട്ടലില് ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ എല്ലാത്തിനും വെടിവെച്ചിടുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പിടിക്കുന്നുണ്ട്. അവസാനം ഇവരുടെ ലീഡറിനെ കൈയോടൊക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയാണ്, നിന്നെ ഞാൻ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകുന്നില്ല, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോയിക്കോന്ന് പറയണം. എന്തിനായിരിക്കും? അതിന് തന്നെ ഇയാൾ ഓടിയതും പിറകിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ഇയാളെ കൊല്ലാണ്. വെറുതെ എന്തിനാ ഇവനെ പോലെയുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്നത്? ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഈ ജഡ്ജി ഉണ്ടല്ലോ, പോലീസിൽ തന്നെ ഉയർന്ന റാങ്കിലുള്ള ഒരു ഓഫീസറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ അന്വേഷിക്കുന്ന ആ ഒരു ടീമിനെ മാറ്റി മറ്റൊരു ടീമിനെ വെക്കണം എന്ന് പറയാണ്. ഏതാണ് ആ ഒരു ടീം ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ വർമ്മയെ തന്നെ നിയോഗിക്കണം എന്ന് പറയണം. ഇപ്പൊ ആ ഒരു ചീഫ് ഇൻസ്പെക്ടർ പറയണം, ഏയ് അവനെ വെക്കാൻ പറ്റില്ല, മഹാ അലമ്പാണ്, ആര് പറഞ്ഞാലിട്ട് കേൾക്കൂല്ല, ഒരു കൂതരയാണ് സാർ. ഇപ്പൊ ജഡ്ജി പറയാണ്, അവൻ അങ്ങനെയൊക്കെ കളിക്കെങ്കിലും അവൻ ചെയ്യുന്ന ജോലിയിൽ അവനൊരു ആത്മാർത്ഥതയുണ്ട്, ദയവ് ചെയ്തിട്ട് അവനൊന്ന് അപ്പോയിന്റ് ചെയ്യുക. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് വർമ്മയും വരുന്നത്. വർമ്മയോട് ഇതുപോലെ ഈ ഒരു കേസ് അന്വേഷണം, പൂജയുടെ കൊലപാതകം, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അതൊന്ന് ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. സാർ, എനിക്ക് കുറച്ച് ബിസി ഉണ്ട്, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, മറ്റാരെങ്കിലും ഏൽപ്പിച്ചോന്ന് പറയണം. ഇപ്പൊ ഈ ജഡ്ജി ഉണ്ടല്ലോ, ഇവനോട് അപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. എന്റെ ജോലിയിൽ ഇതുവരെയായിട്ടും ഞാൻ ഒരു അഴിമതിയോ ആവശ്യമില്ലാത്ത കാര്യമോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മകള് മരണപ്പെടുമ്പോൾ അവളെ കൊന്നത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടാവില്ലേ? അവൾക്ക് നീതി വേണ്ടേ? ദയവ് ചെയ്തിട്ട്
നിങ്ങൾ അന്വേഷിക്കുന്നു പറയാണ്. അങ്ങനെ അവസാനം വർമ്മ സമ്മതിക്കുകയാണ്. വർമ്മ ഇപ്പോൾ ആ ഒരു ചീഫ് പോലീസ് ഇൻസ്പെക്ടറോട് പറയാണ്, ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ആരും ഇതിന്റെ നടുവിലേക്ക് ഇൻവോൾവ് ആകാൻ പാടില്ല, ഞാനായിരിക്കണം എല്ലാ ഡിസിഷനും ആ ഒരു ടീമിൽ എടുക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ ചീഫ് പറഞ്ഞു, ഓക്കെ നീ എന്താച്ചാ ചെയ്തോ. അപ്പൊ പൂജയുടെ കൊലപാതകം ഇനി അന്വേഷിക്കാൻ പോകുന്നത് വർമ്മ തന്നെയാണ്. ഇവിടെ സീൻ കെട്ടായി വർമ്മ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അവന്റെ അടുത്തേക്ക് പത്ര റിപ്പോർട്ടേഴ്സ് എല്ലാം വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, പൂജയുടെ കൊലപാതകം നിങ്ങളാണ് അന്വേഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. ഇതിനുശേഷം വർമ്മ അവന്റെ ഓഫീസിലേക്ക് പോയപ്പോൾ അവന്റെ ടീമിലേക്ക് പുതുതായിട്ട് ഒരു 4 ആൾക്കാരെ കൊടുക്കുകയാണ്. ഒരു ലേഡി ഉണ്ട്, 3 ആളുകളുണ്ട്. ആ ലേഡിയുടെ പേര് നമിത. അതുപോലെ തന്നെ ആ ടീമിലെ മറ്റൊരു പ്രധാനിയായിട്ടുള്ള ആളുടെ പേരാണ് ഭാസ്കർ. ഒരു ഇച്ചിരി പ്രായമുള്ള ആളാണ്. അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ ഈ ഒരു കേസിനെ കുറിച്ച് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ ഇവർ അന്വേഷിച്ചാണ് വന്നത്. ഒന്നാമത് ആ ഒരു പെൺകുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത്? തലക്കടിയേറ്റാണ്. അതുപോലെ തന്നെ 10:10 രാവിലെയാണ് ആ ഒരു സമയത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത്. മാത്രമല്ല റേപ്പ് അറ്റംപ്റ്റ് ഇല്ലതാനും. റേപ്പ് ചെയ്യാനല്ല അവൾ ഉപദ്രവിച്ചത്. എന്തായാലും അവിടെ നിന്ന് എടുത്ത ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, രവി അത് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ ബോഡി കിട്ടിയ ഭാഗത്ത് രക്തം ചെതറി കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു? ഇല്ല എന്ന് പറയാണ്. അതിനർത്ഥം എന്താണ്? ഇവിടെ വെച്ചല്ല ഈ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത്, മറ്റെവിടെയോ വെച്ച് കൊന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടതാണ്. അല്ല, ഈ പെൺകുട്ടി രാവിലെ ശരിക്കും എവിടെയായിരുന്നു? ഇപ്പൊ രവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. അവന്റെ വീട്ടിലായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൾ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു എന്നാണ് രവി പറഞ്ഞത്. എന്നാൽ പോയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് രവിയുടെ മൊഴി. എന്തായാലും അവനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ഇപ്പൊ വർമ്മ പറയുന്നുണ്ട്. ഇതിനുശേഷം സംഭവം നടന്ന ആ സ്ഥലത്തേക്ക്, ആ ഒരു കുന്നിൻ മുകളിലേക്ക് ഇവർ പോയി നോക്കുകയാണ്. പോയി നോക്കുമ്പോൾ ആ ഒരു ഏരിയ മുഴുവനും ഈ സിഗരറ്റ്, കള്ളിന്റെ ബോട്ടിൽ ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞെടുക്കുകയാണ്. ഈ കാര്യത്തിലൊന്നും ഗവൺമെന്റിന് യാതൊരു ശ്രദ്ധയില്ലേ? ഇവിടെ വന്നിങ്ങനെ സിഗരറ്റും കഞ്ചാവും കള്ളും വലിക്കുന്നതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലേ? ഓരോന്നും പെറുകൊടുത്തുകൊണ്ട് ഇപ്പൊ ഇവര് നേരെ പോകുന്നത് ജഡ്ജിയുടെ വീട്ടിലേക്കാണ്, ചില കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ജഡ്ജിയുടെ ഭാര്യ വരുന്നുണ്ട്. ഭാര്യ കണ്ട സമയത്ത് തന്നെ ആ ഒരു റെസ്പെക്ട് കാണിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. വേണ്ട മക്കളെ, ഇരുന്നോ എന്ന് പറയണം. ഇപ്പൊ ജഡ്ജിയുടെ ഭാര്യയോടും നമ്മുടെ ഈ ഒരു വർമ്മ സംസാരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് വിശദമായിട്ട് അറിയണം എന്താ സംഭവിച്ചത് എന്ന്. അവൾ എവിടെയായിരുന്നു, എന്തിനാ പോയത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങളോട് പറയാന്ന് വർമ്മ പറയാണ്. അങ്ങനെ ജഡ്ജിയുടെ ഭാര്യ അവർക്കറിയാവുന്ന കാര്യങ്ങൾ അത് അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അന്ന് അവൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എനിക്ക് കവിതയുടെ അടുത്തേക്ക് പോകണം, അവളെ കണ്ട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ. രണ്ടുപേരും നല്ല ചങ്ങാതിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എത്ര വിളിച്ച് നോക്കിയിട്ടും അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള കവിതയെ ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും കിട്ടുന്നില്ലായിരുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് കോള് വരുന്നത്, ഇതുപോലെ മഴയുടെ മുകളിൽ നിന്നും ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് കരഞ്ഞു സാറ്. അങ്ങനെ അവർ ഭയങ്കര ഇമോഷണലായി നിൽക്കുമ്പോൾ വർമ്മ ഇതിലേക്കൊന്നും കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നില്ല. അവൻ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. അവനിപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഈ ഒരു വീട്ടിൽ നിങ്ങളല്ലാതെ, നിങ്ങളുടെ വേലക്കാരല്ലാതെ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇപ്പൊ ജഡ്ജി പറയാണ്, എന്റെ ഒരു കൂട്ടുകാരന്റെ മകനുണ്ട് ഋഷഭ്, അവനും അവന്റെ ആ ഒരു ഗേൾ ഫ്രണ്ടും. എന്നാ പിന്നെ എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നേരെ ഋഷഭിന്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വർമ്മ പോവാണ്. അങ്ങനെ വർമ്മ ഈ ഋഷഭിനോട് ചോദിക്കുകയാണ്, അതായത് സംഭവം നടന്ന ആ ഒരു ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ചയാണ് ഇവിടുന്ന് പൂജ പോയത്, ശനിയാഴ്ച ആണ് അവൾ മരണപ്പെട്ടത്, അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചപ്പോ ഈ ഋഷഭ് അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഋഷഭിന്റെ ഗേൾ ഫ്രണ്ട് ഈ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പോലീസുകാരെ കണ്ടപ്പോൾ അവളൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഹേയ് കുഴപ്പമൊന്നുമില്ല, ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നു എന്നേ ഉള്ളൂ, ഞങ്ങൾ എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇപ്പൊ വർമ്മ ഭാസ്കറിനോട് പറയുന്നുണ്ട്, ഈ ഋഷഭ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് പോയി ചെക്ക് ചെയ്യണം, അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നോ എന്ന് നോക്കണം, ഓക്കെ എന്ന് പറയാണ്. ഇതിനുശേഷം ഇവർ നേരെ പോകുന്നത് രവിയുടെ വീട്ടിലേക്കാണ്. എന്നാൽ അവിടെ രവി ഉണ്ടായിരുന്നില്ല, പകരം അവന്റെ ആ ഒരു വേലക്കാരനുണ്ടല്ലോ അയാൾ മാത്രമായിരുന്നു. ഇപ്പൊ അയാൾ ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? ഇപ്പൊ വേലക്കാരനും കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അതായത് സാർ അന്ന് രാവിലെ ഓഫീസിലേക്ക് പോയി. അപ്പൊ ഈ ഒരു വീട്ടില് ഞാനും അതുപോലെ തന്നെ ആ ഒരു പൂജാ മേഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൂജാ മേഡം എന്നെ വിളിച്ചുകൊണ്ട് താഴേക്ക് വന്നു. പൂജാ മേഡം പറഞ്ഞു അവരിപ്പോ അധികം വൈകാതെ പൂനെയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അവരുടെ ഒരു ബാഗിന്റെ സിബ് ആകെ കേടായിട്ട് അത് തുറക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല, സ്റ്റെക്കായി നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ മേഡം കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ ഒരു കടയുണ്ട്, ഞാൻ അവിടെ പോയിട്ട് നേരാക്കി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ബാഗുമായിട്ട് പുറത്തേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ബാഗ് നന്നാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇതുപോലെ ബോഡി ഉരുണ്ട് വരുന്നതാണ് കാണുന്നത്. അതായത് കവിതാ മേഡത്തിന്റെ, രവി സാറിന്റെ ഭാര്യയുടെ ആ ഒരു ബോഡി. അതേ സമയത്ത് തന്നെ രവി സാറും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വേഗം തന്നെ കവിതാ മേഡത്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ആ സമയത്തൊന്നും പൂജാ മേഡത്തിന്റെ യാതൊരു കാര്യം ഓർമ്മയോ നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി വീട്ടിലേക്ക് വന്ന് ഈ ബാഗ് കണ്ടപ്പോഴാണ് എനിക്ക് പൂജയുടെ കാര്യം ഓർമ്മ വന്നത് സാറ്. അപ്പൊ തന്നെ ഞാൻ ഈ ഒരു കാര്യം രവിയോട് പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് പൂജയെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയത്. അവളെവിടെ പോയി? ഓക്കെ, വേലക്കാരന് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് വേലക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഇവരെല്ലാവരും വർമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒരു ചായ എല്ലാം കുടിച്ചുകൊണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഇവർ അന്വേഷിച്ചെടുത്ത ആ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രവിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ, അതുപോലെ തന്നെ പൂജയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും കോള് ചെക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു രവിയുടെ ഫോണിലേക്ക് വന്നത് അല്ലെങ്കിൽ വിളിച്ചത് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി അതുപോലെ തന്നെ ആംബുലൻസിന്, അത്രേ ഉള്ളൂ. പൂജയുടെ ഫോണിലേക്ക് അന്ന് വന്ന ആ ഒരു കോള് പരിശോധിക്കുമ്പോൾ അവൾ മരിച്ചത് 10-നും 10:30 ഇടയിലല്ലേ. ഇതിനിടയിൽ 10:15 അവളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. എന്നാൽ അത് വെറും ഒരു 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇപ്പൊ അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ നമ്മുടെ വർമ്മ പറയാണ്, തീർച്ചയായിട്ടും സംശയിക്കണം. അതായത് പൂജ മരണപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമാണത്. തീർച്ചയായിട്ടും അത് ആ നമ്പർ ഏതാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. പക്ഷെ ഇവർ ഫൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് ഏതോ ഒരു ടെലിഫോൺ ബൂത്ത് നിന്ന് വിളിച്ച നമ്പർ ആയിരുന്നു. അതിന് ആ ഒരു പ്രോപ്പർ ലൊക്കേഷൻ പോലും ഇവരെ കൊണ്ട് ഇപ്പോൾ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
കിട്ടുന്നില്ല. ഓക്കെ, അതെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇതിന് മുന്നേയായിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രവിയുടെ വൈഫായിട്ടുള്ള കവിത, അവൾ കോമാവസ്ഥയിലാണല്ലോ, അവിടെ തന്നെ പരിചയമുള്ള ഒരു ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. വർമ്മ ഇപ്പോൾ ആ ഡോക്ടറോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരെ ഈ കവിതയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ വർമ്മ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ്, ഇവർക്ക് കോമാവസ്ഥയിലല്ലേ, ഒന്ന് കേൾക്കാനും കാണാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറയാണ്, കാണാനും കണ്ണ് തുറക്കാനും സംസാരിക്കാനും പറ്റില്ലെങ്കിലും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്ന ഡോക്ടർ പറയാണ്. ഇത് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ഇതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. എന്നാൽ വർമ്മ ഈ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ രവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വെറുതെ അവളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, പുറത്ത് നിന്നാൽ പോരെ, ഞാൻ അങ്ങോട്ടേക്ക് വരില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വർമ്മ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് രവി. വർമ്മയ്ക്ക് ഇത് തീരെ ഇഷ്ടമാവുന്നില്ല, കുറച്ച് ദേഷ്യത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് വർമ്മയെ വിളിക്കുന്നുണ്ട്. രവി മറ്റൊരു റൂമിൽ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ വർമ്മ കാര്യങ്ങൾ രവിയോട് ചോദിക്കുകയാണ്. രവി ഉണ്ടായ സംഭവം അത് അതുപോലെ തന്നെ പറയാണ്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പൂജ ഉണ്ടായിരുന്നു, പിന്നെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പെൻഡ്രൈവിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. തിരിച്ച് അത് എടുക്കാൻ വരുന്ന സമയത്താണ് ഞാൻ കവിത ഇതുപോലെ വീഴുന്നതായിട്ട് കണ്ടത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ആ ഒറ്റ വേലക്കാരനേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ശരി, എന്തായാലും നമുക്ക് വീണ്ടും കാണാം, പിന്നെയും കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്ന് വർമ്മയും ഭാസ്കറും പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയ പാട് തന്നെ ഭാസ്കറിനോട് വർമ്മ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, മരിച്ചുപോയ പൂജയുണ്ടല്ലോ, അവളുടെ ദേഹത്തുണ്ടായിരുന്ന വളമാല, ആ കാര്യങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിക്കുകയാണ്. കിട്ടിയോന്നല്ല, ആ വളമാല അതിന്റെ ഒരു ഫോട്ടോസ് ജഡ്ജിന്റെ ഭാര്യ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അതായത് അവൾ ഇവിടുന്ന് പോകുമ്പോൾ അവളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ആ ഒരു ഡെഡ് ബോഡിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു ജുവലേഴ്സ് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവരുടെ വീട്ടിൽ തന്നെ ഫോട്ടോ കൊടുത്തയക്കാന്ന് പറയുന്നു. ഇപ്പൊ ആ ഒരു ഫോട്ടോവുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ഋഷഭ് വരികയാണ്. അപ്പൊ നിങ്ങൾ ആരാണെന്ന് അസിസ്റ്റന്റ്മാര്, അതായത് ഇവർ ചോദിച്ച സമയത്ത് ഞാൻ ആ ഒരു വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ്, ഇത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അതായത് അവൾ അന്ന് ഇട്ടിരുന്ന മാലയുടെയും വളയുടെയും ഫോട്ടോസ് ആയിരുന്നു അത്. ഓക്കെ, എന്തായാലും ഈ കൊണ്ടുവന്നിരിക്കുന്ന ഋഷഭിന്റെ അഡ്രസ്സ്, അതുപോലത്തെ ഒരു പേര്, നമ്പർ, ഇതെല്ലാം അവരവിടെ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി വർമ്മയുടെ ടീമിലുണ്ടായിരുന്ന ഈ നമിത ഉണ്ടല്ലോ, നമിത എന്നാണ് ആ ഓഫീസറുടെ പേര്, അവർ നേരെ രാത്രിയായപ്പോൾ വർമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മീൻസ് വർമ്മയുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും രാത്രി ഇവിടെ വെച്ചാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുക, ഈ കേസിനെ കുറിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വീട്ടിലേക്ക് വന്ന് എത്ര ബെല്ല് അടിച്ചിട്ടും വർമ്മ കതക് തുറക്കുന്നില്ല. ഇപ്പോഴാണ് വീടിന്റെ ഉള്ളിൽ നിന്നും വരാതെ വർമ്മ പുറത്തുനിന്ന് വരുന്നത്. വർമ്മ ഇപ്പൊ നമിതയെ കണ്ട സമയത്തിന് ചോദിക്കണം, ഞാൻ ഇന്ന് വാട്സപ്പിൽ ഇട്ടായിരുന്നല്ലോ, ഇന്ന് നൈറ്റിലെ മീറ്റിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്, ഓ സാറേ ഞാൻ വാട്സപ്പ് നോക്കിയില്ലായിരുന്നു, എന്തായാലും വാ നമുക്ക് പോയിട്ട് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വർമ്മയും നമിതയും കൂടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് ഈ നമിതയോട് വർമ്മ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്തായാലും പൂജയുടെ റൂമിലേക്ക് പോയിട്ട് അവളുടെ റൂമൊക്കെ നന്നായി ചെക്ക് ചെയ്തില്ലേ, എന്തെങ്കിലും കിട്ടിയായിരുന്നു ചോദിക്കുമ്പോൾ നമിത പറയുന്ന കാര്യം, സാറേ അവൾക്ക് 29 വയസ്സായിട്ടുണ്ട്, പക്ഷേ ഒരു കുട്ടിയുടെ ബിഹേവിയർ ആണ് എനിക്ക്, കാരണം അവൾ കാണുന്നത് ഇപ്പോഴും അനിമേഷൻ മൂവീസ്, കാർട്ടൂൺസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ അവൾക്ക് യാതൊരു റിലേഷനും ഇപ്പൊ നിലവിലില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ വർമ്മയും വിചാരിക്കുകയാണ്, ഓഹോ ഈ പ്രായമായിട്ടും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ലെസ്ബിയൻ ആയിരിക്കുമോ എന്തോ. ആ ഒരു കാര്യത്തിലൊന്നും ഇവർക്ക് യാതൊരു കൺഫർമേഷനും ഇല്ല. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ നമിതയുടെ ആ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവൾ പോവാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അവളുടെ കൈ തട്ടി താഴെ വീഴുന്നുണ്ട്. നോക്കുമ്പോൾ അത് ഈ വർമ്മയുടെ ഭാര്യയും കുഞ്ഞിന്റെയും ഫോട്ടോ ആയിരുന്നു. സാറേ എപ്പോഴാണ് ഫാമിലിയൊക്കെ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ കുറച്ച് വിഷമിച്ചുകൊണ്ട് തന്നെ വർമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന് അവരെന്റെ കൂടെയില്ല, 8 വർഷം മുന്നേ ഡിവോഴ്സ് ആയി എന്ന് പറയാണ്. അപ്പൊ കുഞ്ഞോന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞും അവരുടെ കൂടെയാണ്. ഇപ്പൊ നമിത ക്ഷമ ചോദിച്ചുകൊണ്ട് വർമ്മയുടെ അടുത്തുനിന്ന് പോകാൻ കേട്ടോ. വർമ്മ കുഴപ്പമൊന്നുമില്ല, പോയിക്കോ നാളെ രാവിലെ കാണാന്ന് പറയും. അങ്ങനെ നമിത പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു വിഷമത്തിൽ നമ്മുടെ വർമ്മ കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുന്നുണ്ട്. അതേ സമയത്തിന് അവന്റെ അമ്മ വിളിക്കണം, മോനെ ശരീരമൊക്കെ നോക്കണേ, ചില അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. ആ അമ്മേ ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് അവൻ ആ ഒരു മദ്യം കഴിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ടീം എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കേസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് വർമ്മയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. അതായത് ഇവരെല്ലാവരും ഇപ്പൊ നിലവിൽ വിചാരിക്കുന്നത് പൂജ ആ വീട്, അതായത് രവിയുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു പുറത്തു നിന്നാണ് കൊല ചെയ്യപ്പെട്ടത് എന്നാണ്. എന്നാൽ വർമ്മ പറയാണ്, ഇനി എങ്ങാനും ആ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അവൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അങ്ങനെയും ഒരു സാധ്യതയില്ലേ, ആ വഴിക്കും കൂടെ നമ്മൾ അന്വേഷിച്ച് നോക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഇവരുടെ സംശയം ആദ്യം തന്നെ പോകുന്നത് രവിയുടെ അടുത്തേക്കാണ്. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, രവിയുടെ ഫോൺ കോളുകൾ നന്നായിട്ട് ട്രേസ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എക്സ്ട്രാ 2 കോളും കൂടെ വന്നിട്ടുണ്ട്, ഒരു സിംഗിന്റെ നമ്പറിലേക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിലേക്കും. വർമ്മ ഒരു കാര്യം പ്രത്യേകം നോക്കാൻ പറയുന്നുണ്ട്, ആരാണ് ഈ സിംഗ്, ഏതാണ് ആ ഒരു ബാർ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനായിട്ട് ഭാസ്കറിനോട് പറയണം. ഇതിനുശേഷം ഇവർ നേരെ പോകുന്നത് രവിയുടെ വീട്ടിലേക്കാണ്. അന്ന് രവിയുടെ വീട്ടിലേക്ക് പൂജ വന്നപ്പോൾ പൂജ ഏത് റൂമിലാണ് നിന്നത്, ആ റൂമിലേക്ക് ഇപ്പോൾ വർമ്മയും നമിതയും ചെന്ന് നോക്കുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു വേലക്കാരനും എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഇങ്ങനെ വന്ന് ഇയാളിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ റൂം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നേരെ താഴേക്ക് വന്ന സമയത്ത് വർമ്മ ഒരു കാര്യം വേലക്കാരനോട് ചോദിക്കുന്നുണ്ട്. അതായത് പൂജ വന്നു പോയതിനു ശേഷം ഈ വീട്ടിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ന് വേലക്കാരൻ പറയണ, ഏയ് അങ്ങനെയൊന്നും മിസ്സായിട്ടില്ല, എന്നാൽ അടുക്കളയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറയണം. അതെങ്ങനെയാണ്, ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്നത് നിങ്ങളല്ലേ, അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അടക്കം. ഏയ് അല്ല സാറേ, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് മറ്റൊരു സ്ത്രീയാണ്, ഞാനല്ല. ഇത് കേട്ട സമയത്ത് വർമ്മയ്ക്കും നമിതയ്ക്കും ചെറിയൊരു ഷോക്ക് ആവുന്നുണ്ട്. അതായത് രവി അവരോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ വീട്ടിൽ ഒരേ ഒരു വേലക്കാരൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ എന്തിനായിരിക്കും രവി നുണ പറഞ്ഞിട്ടുണ്ടാവുക, കുക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു സ്ത്രീയെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടെ സീൻ കട്ടായി കവിതയെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടറെ കാണിക്കണം. ഡോക്ടർക്ക് ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്, അതായത് കവിതയ്ക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടർ വേഗം പോയി നോക്കുമ്പോൾ അത്യാവശ്യം പ്രോഗ്രസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വേഗം തന്നെ രവിയെ വിളിക്കുകയാണ്. ഇപ്പൊ ഡോക്ടറിനെ
കാണാനായിട്ട് രവി വന്നു. രവിയോട് പറയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവളിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ രവിയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നും ഇല്ല, ഒരു എന്തോ ഒരു വിഷമം പോലെ. അത് ഈ ഡോക്ടർക്ക് മനസ്സിലായി. അല്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടും എന്താണോ നിനക്കൊരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാറേ, സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചുമ്മാ സന്തോഷം അഭിനയിക്കുകയാണ്. ഇപ്പൊ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഭാസ്കർ അതുപോലെ തന്നെ വേറൊരു പോലീസുകാർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ബാറിലേക്ക് രവി വിളിച്ചെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഒരു സിംഗ് എന്ന് പറഞ്ഞ ആളിലേക്കും വിളിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ രണ്ടും ഒരു സ്ഥലം തന്നെയാണ്, ബാറിൽ തന്നെയാണ് ഒരു സിംഗ് ജോലി ചെയ്യുന്നത്. ഇവർ നേരെ ഇപ്പൊ ആ ഒരു ബാറിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമിതയാണെങ്കിൽ രവിയുടെ വീട്ടിൽ പാചകം ചെയ്യാൻ വരുന്ന ആ ഒരു സ്ത്രീയെ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. അവരെ കാണുകയും ചെയ്തു. അടുത്ത സീനിൽ വീണ്ടും ഭാസ്കറിനെയും കൂടെ പോയ ആ ഒരു ഇൻസ്പെക്ടറെയും കാണിക്കുകയാണ്. രണ്ടുപേരും അവിടെ പോയിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചുകൊണ്ട് ഈ സിംഗിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് ചോദിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു മുൻപേ അവൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്തത്, അപ്പൊ നിലവിൽ അവൻ ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. ചോദിച്ചപ്പോൾ അതെ സാറേ അവനിപ്പോൾ ഇവിടെ ഇല്ലാന്ന് പറയാണ്. അങ്ങനെ പോലീസുകാർ ഇവിടുന്ന് പോയി അടുത്ത നിമിഷം തന്നെ ഈ ജോലിക്കാരനുണ്ടല്ലോ ഈ സിംഗിനെ വിളിക്കണം. ഡാ നിന്നെ അന്വേഷിച്ചുകൊണ്ട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ഈ സിംഗ് ആകെ പേടിച്ചു പോകുന്നുണ്ട്. അവൻ വേഗം തന്നെ അവന്റെ ചേട്ടന് വിളിക്കണം. ചേട്ടാ നമ്മൾക്കുള്ള ആ ഒരു സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ചേട്ടൻ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയിട്ട് വിൽക്കാൻ നോക്കിയോ? പോലീസുകാർ എന്നെ അന്വേഷിച്ച് ബാറിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ഇപ്പൊ അവന്റെ ചേട്ടൻ പറയണം ഞാനതവിടെ വിൽക്കാൻ നോക്കിയിട്ടൊന്നുമില്ലല്ലോ, എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടെന്ന് പറയണം. എന്നാൽ ചേട്ടാ എന്തോ ഒരു പ്രശ്നമുണ്ട്, പോലീസുകാരനെ തേടി വന്നിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം ഒരു 4 മണിക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് മുങ്ങാന്ന് പറയാം. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ ഇപ്പോൾ നമിതയുണ്ടല്ലോ ആ ഒരു വീട്ടുജോലിക്കാരിയെ, അതായത് പാചകം ചെയ്യുന്ന ആ ഒരു സ്ത്രീയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് വർമ്മ സംസാരിക്കുകയാണ്. അതായത് ശനിയാഴ്ച രാവിലെ നിങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഈ സ്ത്രീയും പറയുന്നത് സാറേ ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു കറുത്ത വസ്ത്രം ധരിച്ച ആള് ഒരു ചാക്കുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു, ഞാനാകെ ഞെട്ടിപ്പോയി. ഈ ഒരു കാര്യം നീ സാറിനോട് അതായത് രവിയെ വിളിച്ച് പറഞ്ഞു ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുന്നത് സാർ എങ്ങനെയാ പറയാതിരിക്കുക, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് ഞാൻ അപ്പം തന്നെ സാറിനെ ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് വീട്ടിലുള്ള പഴയ വസ്തുക്കൾ കൊണ്ടുപോകാനായിട്ട് ഒരാൾ വരും, അയാളായിരിക്കും എന്നാണ്. സാറിനൊരു പേടിയോ ആശങ്കയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. ഓക്കെ, ആ വന്നു പോയ ആളുടെ മുഖം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുന്നത് അറിയാം. അങ്ങനെയാണെങ്കിൽ അവന്റെ മുഖം വരച്ചെടുക്കാനായിട്ട് ഒരു എക്സ്പേർട്ട് ടീമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരെ കൊണ്ട് ഈ സ്ത്രീ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതുപോലെ വരയ്ക്കാനും ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഭാസ്കറും മറ്റാ ഒരു പോലീസുകാരനും വന്നിട്ട് സാറേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിംഗിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, അവന്റെ ഫോൺ കോളും നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരു കാര്യം മനസ്സിലായി, നാളെ അവനും അവന്റെ ചേട്ടനും കൂടെ ഇവിടുന്ന് നാട് വിടാൻ പോവാണ്, അതിന് മുന്നേ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് പറയണം. ഓക്കെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതേ സമയത്ത് തന്നെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഒരാളുടെ ചിത്രം ഇങ്ങനെ വരപ്പിക്കുന്നുണ്ടല്ലോ, ഏകദേശം ഈ സിംഗിന്റെ ഫേസുമായിട്ട് അതിന് നല്ല മാച്ചിങ്ങും വരുന്നുണ്ട്. ഈ സമയത്താണ് ഇവർ മറ്റൊരു വിവരം അറിയുന്നത്, ഈ സിംഗും അവന്റെ ചേട്ടനും നല്ല പുള്ളികളൊന്നും അല്ലല്ലോ, ചില യങ്സ്റ്റേഴ്സുമായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ചേട്ടനെ ഈ രാത്രി തന്നെ ഏതൊരു ടീം പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ടീം അവന്റെ ചേട്ടനെ കൊണ്ട് സിംഗിനെ വിളിപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെയും അവിടെ വെച്ച് തീർക്കാനാണ് ആ ഒരു ഗ്യാങ്ങിന്റെ പരിപാടി. ഈ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ വർമ്മയും കൂട്ടരും എങ്ങനെയെങ്കിലും സിംഗിനെ രക്ഷപ്പെടുത്തിയേ മതിയാവുള്ളൂ. അവന്റെ മൊഴി അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കേസിൽ. സോ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് സിംഗിനെ ഇവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ അവന്റെ ആ ഒരു ചേട്ടൻ അവിടെ തന്നെ പെട്ടുകിടക്കുകയാണ്. ഇവനെ കയറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് ചേട്ടനോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. അവൻ എങ്ങനെയൊക്കെ പുറത്തേക്ക് ചാടി ഇറങ്ങി ചേട്ടനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാങ് അവന്റെ ചേട്ടനെയും അതുപോലെ തന്നെ ഈ സിംഗിനെയും ഷൂട്ട് ചെയ്യാണ്. ഒപ്പം അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ വർമ്മയുടെ കയ്യിനും ബുള്ളറ്റ് ഏൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ആകെ ഒരു വലിയ വാർത്തയാകും കേട്ടോ. ഒരുപാട് പത്രക്കാരും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ പരിക്കൊന്നും ഇല്ലാതെ വർമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു കെട്ടുവരെ മര്യാദക്കൊന്നും ഉണങ്ങിയിട്ട് വരെയില്ല. ഇപ്പൊ നമിതി ചോദിക്കുന്നുണ്ട് സാർ എന്തിനാ ഇത്രയും സ്ട്രെയിൻ ചെയ്യുന്നത്, കുറച്ച് വിശ്രമിച്ചൂടെ? അതൊന്നും പറ്റില്ല, ഒരു കേസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കണം, അതാണ് ഈ മച്ചാന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സംഭവം എന്താ വെച്ചാൽ സിംഗ് ഇപ്പൊ മരണപ്പെട്ടു പോയി. അവന്റെ ആ ഒരു മൊഴി ഇനി നമുക്ക് എടുക്കാൻ കഴിയില്ല. ശരിക്കും അവന്റെ ആ ഒരു മൊഴി ഉണ്ടെങ്കിൽ രവി തന്നെയാണ് ഇതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് രവിയെ പൂട്ടാൻ പറ്റുമായിരുന്നു ഈ സിംഗിന്റെ മൊഴി ഉണ്ടെങ്കിൽ. പക്ഷേ ഇനി അത് നടക്കും തോന്നുന്നില്ല. അങ്ങനെ അവസാനം രവിയെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കുന്നുണ്ട്. കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഒരാൾ അങ്ങോട്ടേക്ക് വന്നു എന്ന് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ജോലിക്കാരി പറഞ്ഞായിരുന്നല്ലോ, അത് എന്തിനാണ്? ഈ സമയത്ത് രവി പറയാണ് എന്റെ ഭാര്യ കവിത എപ്പോഴും പറയും വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ അനാവശ്യമായിട്ടുണ്ട്, അപ്പൊ അത് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരാളെ വിളിച്ചായിരുന്നു, അയാളാണത്, അല്ലാതെ വേറെ ആരുമല്ല, നിനക്ക് ഇതിന്റെ പിന്നിൽ യാതൊരു കയ്യുമില്ല, നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ. ഇത് പറഞ്ഞപ്പോൾ രവിയുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. സാറേ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ, വേണമെങ്കിൽ ആ ആശ്രമത്തിലേക്ക് നിങ്ങൾ വിളിച്ചു നോക്കുക, കാരണം ആ ആശ്രമത്തിലേക്കാണ് നമ്മൾ ഈ ഒരു പുസ്തകങ്ങളെല്ലാം കൊടുത്തത്. പിന്നെ വെറുതെ ഓരോ വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച് ആളെ മണ്ടനാക്കാൻ നിൽക്കരുതെന്ന് കുറച്ച് ദേഷ്യത്തിൽ രവി ചോദിച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ വർമ്മയും ദേഷ്യം വരികയാണ്. നോക്കിക്കോടാ, നോക്കിക്കോ, ഈ കേസിൽ എങ്ങാനും ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ പരിപ്പ് ഞാൻ ഇളക്കിയിട്ട് കോടതിയിൽ ഹാജരാക്കുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഈ രവിക്കും ഭയങ്കരമായിട്ട് വീണ്ടും ദേഷ്യം വരികയാണ്. ഓഹോ നീ എന്നെ വരട്ടുമല്ലേ, ഞാൻ കാണിച്ചു തരാന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മിത് ആ ഒരു ആശ്രമത്തിലേക്ക് വിളിച്ച് നോക്കാൻ നിൽക്കുമ്പോൾ വർമ്മ പറയാണ് വിളിക്കേണ്ട, വിളിച്ചിട്ടൊരു കാര്യമില്ല, അവനെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ആ ഒരു സമയത്തെല്ലാം നമ്മുടെ ഒരു ഇൻസ്പെക്ടർ വർമ്മയ്ക്ക് തീരെ വയ്യാതാവുന്നുണ്ട് കേട്ടോ. ഇയാൾ ബേക്കിലേക്കൊക്കെ വീഴുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചൊരു ഭാഗത്ത് കൊണ്ട് ഇരുത്തുകയാണ്. രാത്രിയായപ്പോൾ ചില കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഈ അസിസ്റ്റന്റ്മാര് ഭാസ്കർ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ വർമ്മയുടെ കൂടെ നമിത മാത്രമേ ഉള്ളൂ. തീരെ വയ്യാതാവുന്നുണ്ട്. അയാൾക്ക് വേണ്ടി കുറച്ച് ചായം കാപ്പിയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ചു നേരം നമിത അവിടെ നിന്ന് നമിതയും പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. എല്ലാവരും മീറ്റിങ്ങിനായിട്ട് എൻജോയ് ചെയ്ത സമയത്ത് ഒരു കാര്യം ഇപ്പൊ ഭാസ്കർ പറയുന്നത് സാറേ പത്രക്കാരൊക്കെ ആകെ വിഷയമാക്കിയിട്ടുണ്ട്, റോഡിൽ
വെച്ച് ഇതുപോലൊരു ഗൺ ഫയർ നടന്നുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ വന്നു എന്നൊക്കെയാ പറയുന്നത്. അതുപോലെ നിങ്ങളെ ചീഫും വിളിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവർ. വെറുതെ ഒരു കാരണം കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ എന്തെങ്കിലും പറയും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സാർ അവിടെ പോയിട്ട് ദേഷ്യം കാണിക്കരുതെന്ന് ഈ ഭാസ്കർ പറയുന്നുണ്ട്. ഇപ്പൊ വർമ്മ പറയണ എല്ലാം ഞാൻ നോക്കിക്കോളാം. ആ ഒരു സിംഗിന് നമുക്ക് ജീവനോട് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു പ്രൂഫ് ആയനെ. ഇപ്പൊ എന്താ ചെയ്യാ? ഒരു വിറ്റ്നസും കൂടെ ഉണ്ടെന്ന് ഇപ്പൊ വർമ്മ പറയണം. ആരാണ്? കവിത തന്നെ. പക്ഷെ അവളിപ്പോ കോമാവസ്ഥയിലേക്ക് എടുക്കല്ലേ. എന്നാൽ വർമ്മ ഒരു കാര്യം പറയാണ്. അന്ന് ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് അവൾക്ക് കാണാനും സംസാരിക്കാനും പറ്റാത്തുള്ളൂ, എന്നാൽ കേൾക്കാൻ കഴിയും. നമുക്ക് അവളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാം. ആ റെസ്പോൺസ് വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് അതിന്റെ ആ ഒരു പെർമിഷനും കൂടെ ചോദിക്കാനായിട്ടാണ് ഹയർ ഒഫീഷ്യലിനെ കാണാനായിട്ട് വർമ്മ പോകുന്നത്. എന്നാൽ അവിടെ എത്തിയ സമയത്തിന് വർമ്മയെ തീരെ താല്പര്യമില്ലാത്ത ആളുകളാണല്ലോ. ഒരു അനുസരണയില്ലല്ലോ അവന്. കിട്ടിയ അവസരം നന്നായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. എന്തോ നാടേ റോട്ടിൽ വെച്ച് നീ എന്താ ഷോ നടത്തുകയായിരുന്നു, വലിയ ധിക്കാരിയായിരുന്നല്ലോ, സകല അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ഉഴുതു മറിക്കോ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്ത് തേങ്ങയാണ് നീ ഉണ്ടാക്കിയത്? നീ ഒറ്റയ്ക്ക് എല്ലാം കൂടെ കയ്യിൽ കെട്ടി ഉഴുതു മറിക്കോ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടാക്കി? എവിടെ നമ്മുടെ വർമ്മയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. സാറേ ഒരു അവസരം കൂടെ തരണം, എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു അവസരമില്ല, നീ കേസിൽ നിന്ന് പുറത്തു പോയിക്കുന്നുണ്ട്. അവനെ പുറത്താക്കുകയാണ്. എന്നാൽ നേരെ വർമ്മ കാണാൻ ചെല്ലുന്നത് ആ ഒരു ജഡ്ജിയാണ്, അതായത് പൂജയുടെ അച്ഛനെ. അവിടെ എത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഈ ജഡ്ജിയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഏകദേശം ഞങ്ങൾ അടുത്തെത്താനായിട്ടുണ്ട്, കുറച്ചുകൂടെ സമയം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സമയം സാർ ഞങ്ങൾക്ക് മേടിച്ചിരണം എന്ന് പറയണം. ഓക്കെ, ഞാൻ എന്തായാലും നോക്കാം, നിങ്ങളിപ്പോൾ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് വർമ്മയെ പറഞ്ഞേക്കാണ്. ഇപ്പൊ വർമ്മ നേരെ ഓഫീസിലേക്ക് വന്നു. അവരാകെ ടെൻഷനിലിരിക്കുകയാണ്. സമയം നീട്ടി കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. കമ്മീഷണറോട് ജഡ്ജി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോള് വരുന്നുണ്ട്. ഇതുപോലെ 24 മണിക്കൂർ കൂടെ നിങ്ങൾക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അന്വേഷിക്കാൻ പറ്റുമോ അതൊക്കെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയണം. ഓക്കെ, അത് മതി എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യാണ്. എന്തായാലും വർമ്മയും അവന്റെ ടീമും കൂടെ കാര്യത്തിലേക്ക് നേരിട്ടങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ, ഇതേ സമയമല്ല, പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ജഡ്ജി പോകാൻ നിൽക്കുകയാണ്. എന്നാൽ പോകാൻ നേരത്ത് കാറ് കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടാക്സി കാർ വിളിക്കുന്നുണ്ട്. ആ ടാക്സി കാറിലാണ് ഇങ്ങനെ പോകുന്നത്. പോകുന്ന സമയത്ത് കമ്മീഷണർ വിളിച്ച് ഇപ്പൊ നമ്മുടെ വർമ്മ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ കമ്മീഷണറോട് പറയുന്നുണ്ട്. അപ്പോ ഈ MLA പേരും ഇതിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ MLA രവിയാണ് നിലവിൽ ഇപ്പൊ സംശയം എന്നും വർമ്മ ഇങ്ങനെ പറയുമ്പോൾ ഡ്രൈവർ മുന്നിലിരിക്കുമ്പോൾ ഇയാൾ ഇതൊക്കെ കേൾക്കുമല്ലോ. പോരാത്തതിന് ഈ ഒരു സംഭവം, ഈ ഒരു കൊലപാതകവും പൂജയുടെ മരണം എല്ലാം ആകെ വൈറലായിരുന്നു. എല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ ഈ ഡ്രൈവർക്ക് ഒരു കാര്യം മനസ്സിലായി. പോലീസ് അടുത്തതായിട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഈ MLA ആയിട്ടുള്ള രവിയാണെന്ന്. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിയ ജഡ്ജി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പത്രക്കാർ കരുതി ഈ വന്നിരിക്കുന്നത് ജഡ്ജിയുടെ ഡ്രൈവറാണെന്ന് കരുതി ഇയാൾക്ക് ചോദിക്കുമ്പോൾ ഇയാൾ അറിയാതെ പറഞ്ഞു പോവാണ്. അതായത് പോലീസുകാർ ഇനി അടുത്തതായിട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നത് രവിയാണെന്ന്. ഇത് മുഴുവൻ പത്രക്കാരെല്ലാം അടിച്ചു വിടുകയാണ് വാർത്തയിൽ. ഈ കാര്യം ചാനലിലൂടെ രവി കണ്ടപ്പോൾ അവനകത്ത് ഞെട്ടിപ്പോവാണ്. അടുത്തതായി ചോദ്യം ചെയ്യാൻ പോകും. ഇതേ നേരം തന്നെ ഇപ്പൊ നമ്മുടെ വർമ്മ, ഭാസ്കർ രണ്ടുപേരും കൂടെ കോമാവസ്ഥയിൽ കിടക്കുന്ന കവിതയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ അവളോട് എങ്ങനെ കാര്യങ്ങൾ ചോദിക്കും? ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംശയം ചോദിച്ചപ്പോൾ വർമ്മ ഒരു കാര്യം കാണിച്ചു കൊടുക്കണം. അതായത് അവളോട് പതിയെ ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ പതിയെ നിന്റെ വിരലുകൾ ഒന്ന് ഉയർത്തുക എന്ന്. അവളിപ്പോ പതിയെ അവളുടെ ആ ഒരു വിരൽ ഉയർത്തി കാണിക്കുകയാണ്. അതായത് ഈ രീതിയിലാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങോട്ടേക്ക് രവി വരികയാണ്. രവി ഇപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിങ്ങളോട് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്? എന്റെ ഭാര്യ ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ്? ഈ സമയത്തും എന്തിനാണ് അവള് ബുദ്ധിമുട്ടിക്കുന്നത്? ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജഡ്ജി വരികയാണ്. ഞാനാണ് അവർക്ക് ആ ഒരു പെർമിഷൻ മേടിച്ചു കൊടുത്തത്. അങ്കിളിന് അപ്പോ എന്നെ സംശയമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ജഡ്ജി പറയാണ്, ഒരു 10 മിനിറ്റ് നീ വെയിറ്റ് ചെയ്തേ മതിയാവൂ. അങ്ങനെ സമ്മതമില്ലാതെ തന്നെ ഇപ്പൊ രവി പതിയെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ വർമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവാണോ അവളെ കൊന്നത്? നീ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ പൂജയെ കൊല്ലുന്നത് നീ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കവിതയുടെ വിരല് അവൾ ഉയർത്തുന്നില്ല. വീണ്ടും ഇപ്പൊ വർമ്മ ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് രവി പൂജയെ കൊല്ലുന്നതായിട്ട് കണ്ടോ ഇല്ലയോ? അവൾ വീണ്ടും കൈ ഉയർത്തുന്നില്ല. ഇത് കണ്ട രവി വേഗം തന്നെ ഉള്ളിലേക്ക് വരികയാണ്. കണ്ടോ അവളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനല്ല ചെയ്തത്, നീ ഓവർ ടെൻഷൻ ആവല്ലേ, ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം വർമ്മ ചോദിക്കുകയാണ്. അതായത് കവിത അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഓൾറെഡി അവിടെ പൂജ മരണപ്പെട്ടിട്ട് അതിന്റെ അടുത്ത് നിന്റെ ഭർത്താവ് നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോഴും അവള് വിരൽ പൊക്കുന്നില്ല. ഇതേ സമയത്തിന് രവി വല്ലാതെ വയലന്റ് ആവുകയാണ്. നിങ്ങൾ എന്തെന്നാണ് ഈ കളിക്കുന്നത്? ഇതും പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും വഴക്കൊക്കെ തുടങ്ങി. ഈ സമയത്ത് കവിത പതിയെ അവളുടെ വിരൽ പൊക്കുന്നുണ്ട്. എന്നാൽ ഈ ബഹളത്തിനിടയിൽ ഇവരിത് ശ്രദ്ധിക്കുന്നില്ല. അവസാനം ജഡ്ജി എന്നെ പറയാണ്, രവി നീ ഒന്ന് നടങ്ങ്, അതുപോലെ തന്നെ വർമ്മ നിങ്ങൾ പൊയ്ക്കോ, ഇനി ചോദ്യം ചോദിക്കേണ്ട, ഈ കോമാവസ്ഥയിൽ കിടക്കുന്ന ഈ കുട്ടിയെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയാണ്. എന്തോ പോലെ ആയിട്ട് ഇപ്പൊ വർമ്മ നേരെ പുറത്തേക്ക് പോകണം. ഓഫീസിൽ വന്നിരുന്നിട്ട് വേണ്ടായിരുന്നു. അതായത് രണ്ടാമത് ചോദിച്ച ആ ഒരു ചോദ്യം അത് ആദ്യം ചോദിക്കണമായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം. അതേ സമയത്തിന് വർമ്മയ്ക്ക് വിട്ടുപോയ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർമ്മ വരികയാണ്. അതായത് പൂജ വേലക്കാരന് നന്നാക്കാനായിട്ട് ഒരു ബാഗ് കൊടുത്തായിരുന്നല്ലോ, ആ ബാഗ് അതിലെന്താണ്? ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പറയുന്നത്, സാറേ അതിൽ കാര്യമായിട്ടൊരു 3 പെൻഡ്രൈവ് ആണ്. അതിൽ 2 പെൻഡ്രൈവ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, ഫുള്ള് സിനിമകൾ അതുപോലെ തന്നെ ആനിമേഷൻ മൂവീസ് അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. 3ാമത്തെ പെൻഡ്രൈവിലൊന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സാറേ, ഇതുപോലെ തന്നെ മൂവീസ് ആയിരിക്കും, അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും ചെക്ക് ചെയ്യണമെന്ന് പറയണം. അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ MLA ആകുമ്പോൾ ഓൾറെഡി MLA ആണ്. അപ്പൊ ഈ രവിയുടെ വീട്ടിലേക്ക് അന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ എടുക്കാൻ പറഞ്ഞിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ പരിശോധിക്കുമ്പോൾ
എന്തോ ഒന്ന് ഇവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ലിങ്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ എത്രയും പെട്ടെന്ന് കുറച്ച് ആളുകളോട് ജഡ്ജിയുടെ വീട്ടിലേക്ക് എത്താൻ പറയുന്നുണ്ട്. ഒന്ന് ഈ ജഡ്ജി, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ നമ്മുടെ ഈ ഒരു രവി, പിന്നെ ഓൾറെഡി ഈ വീട്ടിലുണ്ടായിരുന്ന ഈ ജഡ്ജിയുടെ പരിചയക്കാരന്റെ മകനായിട്ടുള്ള ഋഷഭ്, അതുപോലെ തന്നെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കിയ. ഇത്രയും ആൾക്കാർ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും ഫോണ് മറ്റൊരു ഭാഗത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ രവിയുടെ വീട്ടിലേക്ക് ഒരു ഫോറൻസിക് ടീം ചെന്നിട്ടുണ്ട്. ഇങ്ങനൊരു ടീം വന്ന പാട് തന്നെ വേലക്കാരൻ രവിയെ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ഓൾറെഡി നമ്മുടെ ഈ ഒരു വർമ്മയാണെങ്കിൽ ഒരു സ്ഥലത്ത് വാങ്ങി വെച്ചിട്ടില്ലേ. അപ്പോൾ ഈ രവി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ വർമ്മ പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഇത് സാധാരണ ഒരു ചോദ്യം ചെയ്യലാണ്. പിന്നീട് നേരെ ഋഷഭിന്റെ അടുത്തേക്ക് നമ്മുടെ ഈ ഒരു വർമ്മ ചെല്ലുന്നുണ്ട്. ഋഷഭിനോട് ചോദിക്കാൻ, അന്ന് ശനിയാഴ്ച രാവിലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നു നിങ്ങൾ അവിടെ അല്ലായിരുന്നു എന്ന്. പകരം നിങ്ങൾ രവിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഋഷഭ് ഇതിന് എതിർക്കുകയാണ്. സാറേ വെറുതെ അനാവശ്യം പറയാൻ നിൽക്കണ്ട, ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. ഒരു മിനിറ്റ്, ആ വീട്ടില് വാച്ച്മാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ വാച്ച്മാൻ വരുവാണ്. വാച്ച്മാൻ ഇപ്പോൾ ഋഷഭിനെ നോക്കി, ആ സാറേ അന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. ഋഷഭ് പറയാണ്, സാറേ ഇയാൾ നുണ പറയാണ്, ഞാൻ വന്നിട്ടില്ല. വേണമെങ്കിൽ അവിടെ രജിസ്റ്റർ ഉണ്ടാവുമല്ലോ, അത് പരിശോധിച്ച് നോക്ക്. ഇതേപോലെ രജിസ്റ്റർ കൊണ്ടുവന്നു അതിൽ പരിശോധിച്ച് നോക്കുകയാണ്. അതിൽ ഋഷഭിന്റെ പേരൊന്നുമില്ല. ഇപ്പൊ വർമ്മ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്റെ പൊന്ന് ഋഷഭേ, നീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ യഥാർത്ഥ പേര് നീ അതിൽ എഴുതി വെക്കോ. പക്ഷേ നീ പേര് യഥാർത്ഥത്തിലല്ല എഴുതിയതെങ്കിലും ഒരു ഫേക്ക് നെയിം നീ അവിടെ എഴുതി അതിന്റെ അപ്പുറം ഇട്ട നിന്റെ ഒപ്പ് അത് നിന്റേത് തന്നെയായിരുന്നു. അത് ഒറിജിനലാണ്. അതെങ്ങനെയാ ഞങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റിയെന്നല്ലേ? അതായത് ഈ പൂജയുടെ ജ്വല്ലേഴ്സിന്റെ ഫോട്ടോ ഞങ്ങളുടെ സ്റ്റേഷനിൽ കൊണ്ടുവരാനായിട്ട് നീ വന്നല്ലോ. അപ്പൊ നീ പേര് എഴുതി ഒപ്പിട്ട് മൊബൈൽ നമ്പർ എഴുതി തന്നു പോയില്ലേ? ആ ഒപ്പ് നമ്മുടെ മമിതയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് കമ്പയർ നോക്കിയതാണ്. അതുകൊണ്ടാണ് നീ അവിടെ വന്ന് പോയി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് തന്നെ. ഇനി പറ, നീ എന്തിനാ അവിടെ പോയത്? സാറേ പൂജയുടെ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് ഒരു 10:15 നിന്നൊക്കെയല്ലേ, പക്ഷേ ഞാൻ അവിടെ ഒരു 10:25 ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് വർമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. കോള് വന്നത് രവിയുടെ വീട്ടിൽ സെർച്ചിങ്ങിന് പോയ ആ ഒരു ഫോറൻസിക് ടീമിന്റെ ഭാഗത്തായിരുന്നു. അവർക്ക് എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അതിനെക്കുറിച്ച് എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ വർമ്മ വീണ്ടും ഋഷഭിനോട് ചോദിക്കുകയാണ്, അപ്പൊ നീ 10:25 അങ്ങോട്ട് കയറി പോയത് അല്ലേ? സെക്യൂരിറ്റിയോട് വീണ്ടും ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത്, അല്ല സാറേ, അവൻ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് സമയം എഴുതിയത്, അത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആകെ പെട്ടു. ഏകദേശം നല്ല ട്രാപ്പിലായെന്ന് ഋഷഭിന് മനസ്സിലായി. അവസാനം ഋഷഭ് പറയാണ്, സാറേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, സത്യമാണ്, ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞത് നുണയാണ്. ശരിക്കും ഞാൻ അവിടെ പോയത് പൂജയെ കാണാനാണ്. ഞാനും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഋഷഭ് കല്യാണം കഴിക്കാൻ പോകുന്ന കിയ അവളാകെ ഞെട്ടി തരിച്ചു പോകുന്നുണ്ട്. ഈ പൂജയുടെ വീട്ടിൽ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് അവളോട് സംസാരിക്കാനൊന്നും കഴിയില്ല. ഇവര് സീക്രട്ട് ആയിട്ട് ഒരു ഇമെയിൽ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്തത്. ഒരു റിലേഷൻ ഇവരുടെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു കാര്യം ഋഷഭ് കെട്ടാൻ പോകുന്ന കിയക്കും അറിയില്ലായിരുന്നു. ആ സമയത്താണ് കിയ നാട്ടിലേക്ക്, അതായത് അവന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പൂജയുടെ ഇടയിലുള്ളയും ഋഷഭിന്റെയും ആ ഒരു റിലേഷൻ നമുക്ക് നിർത്താം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഋഷഭ് ശരിക്കും MLA ആയിട്ടുള്ള രവിയുടെ വീട്ടിലേക്ക് പോയ പൂജയുടെ അടുത്തേക്ക് പോയത്. എന്നാൽ മുകളിലേക്ക് പോയ ഋഷഭ് കണ്ടത് മരണപ്പെട്ട് കിടക്കുന്ന പൂജയാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പോകുന്ന വഴിയിലാണ് ഇപ്പൊ രവി പെൻഡ്രൈവ് എടുക്കാനായിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഈ ഋഷഭിനെ അടിക്കാനൊക്കെ വരുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെ അവർ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇവർ നേരെ പോകുന്നത് രവിയുടെ അടുത്തേക്കാണ്. രവി എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ നുണ പറഞ്ഞത്? അതായത് അവൻ വരുന്ന സമയത്ത് അവിടെ പൂജയുടെ ബോഡി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് പൂജയുടെ ബോഡി പുറത്തേക്ക് എത്തിയത്? അവൻ എന്തൊക്കെയാ മറിച്ച് വെക്കാൻ നോക്കുന്നത്? ഇവിടെ വെച്ച് രവിക്ക് ഒരു രക്ഷയില്ല. യഥാർത്ഥ കാര്യം പറയല്ലാതെ ഒരു മാർഗവുമില്ല. ഇപ്പൊ രവി കാര്യങ്ങൾ പറയാണ്, സാറേ ഞാൻ പെൻഡ്രൈവ് എടുക്കാനായിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഇതുപോലെ പൂജയുടെ ബോഡി അത് ഞാൻ കണ്ടു. ഞാൻ അവിടെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ ഭാര്യയായിട്ടുള്ള കവിതയും അങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. അവളാകെ ഞെട്ടിപ്പോയി. അവള് ശരിക്കും കരുതിയത് ഞാനാണ് അത് ചെയ്തതെന്നാണ്. ആ ഒരു ഭയത്തിൽ അവൾ തിരിഞ്ഞു ഓടുമ്പോഴാണ് ഇതുപോലെ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും അവൾ ഉരുണ്ട് താഴേക്ക് വീണത്. അങ്ങനെയാണ് അവൾ കോമാവസ്ഥയിലായതും. ഞാൻ ആകെ പേടിച്ചു പോയി. എന്റെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ സെക്രട്ടറിയെ പറഞ്ഞത്, സാറേ ഇലക്ഷൻ വരാൻ നിൽക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇലക്ഷനെ ബാധിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവളുടെ ബോഡി ഇവിടുന്ന് മാറ്റിയത്. സോ ആ ഒരു സിംഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതുപോലെ ബോഡി മാറ്റുന്ന സമയത്ത് പൂജയുടെ ആ ഒരു ആഭരണവും കാര്യങ്ങൾ ഊരിയെടുത്ത് വിറ്റിട്ടുണ്ടാവും. അപ്പൊ അതാണ് ആ സിംഗ് ചോദിച്ചത്, ആ ആഭരണം നീ വിറ്റോ, അല്ലെങ്കിൽ പോലീസ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ രീതിയിൽ സംസാരിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുമ്പോൾ പൂജയുടെ അച്ഛനായിട്ടുള്ള ആ ജഡ്ജിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇയാളാകെ അങ്ങനെ തരിച്ചിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും അല്ല കൊലപാതകം ചെയ്തത്, ഋഷഭും അല്ല അതുപോലെ രവിയല്ല. എന്നാൽ രണ്ടുപേരും രണ്ട് തരത്തിൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ ഈ ഋഷഭിന്റെ പെണ്ണ് കിയെ നോക്കുകയാണെങ്കിൽ അവളും ഇതേപോലെ തന്നെ വല്ലാത്തൊരു ഷോക്കിലാണ്. ഒന്നാമത് ഇതേപോലെ ഒരു കേസിൽ ഋഷഭ് പെട്ടുപോയി. ഏറ്റവും കൂടുതൽ അവളെ വിഷമിപ്പിച്ചതും ഷോക്കായിട്ടുള്ള കാര്യം ഈ ഋഷഭും അതുപോലെ തന്നെ പൂജയും തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അത്രക്കും കിയക്ക് ഋഷഭിന് ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. അങ്ങനെ പോലീസുകാർ മുഴുവൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ആ ഒരു ചോദ്യം, ആരാണ് പൂജയെ കൊന്നത്? എന്തായാലും ആ ഒരു ഫോൺ ബൂത്തിൽ വെച്ച് പൂജ ഒരാൾ വിളിച്ചു എന്ന് പറയുന്നില്ലേ, ആ ആളെ ആദ്യം കണ്ടുപിടിക്കണം. അതിനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഭാസ്കറും അതുപോലെ തന്നെ നമിതയും ചെല്ലുന്നുണ്ട്. അവർ ആ ഒരു കടക്കാരനോട് കാര്യം അന്വേഷിക്കുമ്പോൾ അയാൾ ഏകദേശം അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരാൾ വന്ന് വിളിച്ചു എന്ന് പറയാണ്. പക്ഷേ ആളെ വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്നാൽ ആ ഒരു സമയത്ത് ഇവിടെ എന്തോ വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഒരാൾ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളോട് പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ വിളിച്ച ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറയണം. സോ അങ്ങോട്ടേക്ക് നേരെ മമിതയും അതുപോലെ തന്നെ ഈ ഭാസ്കറും ചെല്ലുകയാണ്. ഇപ്പോൾ ഓഫീസിൽ കാണിക്കുകയാണ്.
വരികയാണ്. അതായത് ഈ വർമ്മയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അതായത് ഋഷഭിന്റെ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ കിയ, അവള് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. സാറേ എന്തായാലും ഇതുപോലെയൊക്കെ നടന്നു, ഇനി അവനെ കെട്ടാനായിട്ട് പറ്റൂല, അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അച്ഛനും കൂടെ ഫോറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാറിൻ്റെ ആ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പെർമിഷൻ ചോദിക്കാനായിട്ട് വന്നതെന്ന് പറയണം. വർമ്മ പറയാണ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കുമെന്ന്. അങ്ങനെ കിയ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വർമ്മ കിയെ വിളിക്കുകയാണ്. ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കിയ അങ്ങോട്ടേക്ക് വന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ സത്യം പറയോ? അതായത് ഋഷഭും പൂജയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത് നിങ്ങൾ എന്നാ അറിഞ്ഞത്? ഇപ്പൊ കിയ പറയാണ് സാറേ അത് നിങ്ങൾ ഇന്നലെ തന്നെ അവിടെ വെച്ചെല്ലാം പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാനും അറിയുന്നത്. ഓഹോ, നിങ്ങൾ അപ്പോഴാണ് അറിയുന്നതല്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഏതൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രൈം സീനോ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തെളിവ്, ഒരു ദൈവത്തിന്റെ ഒരു കണിക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെന്തായാലും ഈ കൊലയാളി ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആരാണ് ആ ഫോൺ വിളിച്ചെന്ന് അന്വേഷിച്ചു പോയ മമിതയ്ക്കും അതുപോലെ തന്നെ ഭാസ്കരനും ആരാണെന്ന് മനസ്സിലായി അവർ വേഗം ഓഫീസിലേക്ക് വരികയാണ്. അപ്പൊ വർമ്മയോട് ഈ ഒരു കാര്യം ഇവർ വിളിച്ചു പറയണം, അത് മറ്റാരുമല്ല, അത് കിയാണെന്ന്. അതായത് ഒരാൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അയാളുടെ വീഡിയോയിൽ പോയി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇതുപോലെ അവിടെ നിന്ന് കോൾ ചെയ്യുന്ന കിയെ കണ്ടത്. എന്നാൽ ഇവർ ഈ ഒരു കാര്യം വന്ന് പറയുന്നതിന് മുന്നേ തന്നെ വർമ്മ ഈ ഒരു കാര്യം മനസ്സിലാക്കി. എല്ലാം കൂടി മനസ്സിലായി ആകെ പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ഇവിടെ നിന്ന് കിയ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. സ്റ്റേഷനിലാണ്, രക്ഷപ്പെടാൻ പറ്റുമോ? കൈയോടെ പൊക്കുകയാണ്. മാത്രമല്ല അവളെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് ആ ഒരു കില്ലർ പൂജയെ കൊന്നത് മറ്റാരുമല്ല, ഈ കിയ തന്നെയാണ്. അവൾ അവിടുന്ന് കൊണ്ടുപോയി. ഈ സമയത്ത് നമ്മുടെ വർമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറിന് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? അപ്പൊ വർമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് രണ്ടാമതും രവിയുടെ വീട്ടിലേക്ക് ഒരു ഫോറൻസിക് ടീമിനെ അയച്ചില്ലേ, അവിടെ വെച്ച് ചെറിയൊരു ബ്രേസ്ലെറ്റിന്റെ ഒരു മുത്ത് കിട്ടിയായിരുന്നു. ആ മുത്ത് ഞാൻ ഇപ്പൊ കിയ വന്നപ്പോൾ അവളുടെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റിൽ കണ്ടു, ഇതേ സെയിം മോഡൽ തന്നെ. അതിനർത്ഥം അവളല്ലേ അവിടെ പോയിട്ടുണ്ടാവുക. അതൊക്കെ ശരി സാറേ, എങ്ങനെയായിരിക്കും ഈ കിയ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക? എന്തിനാണ് ഇത് ചെയ്തത്? സിമ്പിൾ ആൻസർ ആണ്. വർമ്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഋഷഭും പൂജയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത് അവൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ആ ഒരു ബൂത്തിൽ നിന്നും അവൾ ഈ ഒരു പൂജയെ വിളിച്ചിട്ടുണ്ടാവും. പൂജ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നേരെ രവിയുടെ വീട്ടിലേക്ക് അവൾ പോയിട്ടുണ്ടാവും. ഇപ്പൊ ആ ഒരു സംഭവങ്ങൾ നമ്മളിപ്പോൾ നേരിട്ട് കാണിച്ചു തരികയാണ്. അതായത് ഈ കിയ നേരെ ചെന്നിട്ട് പൂജയോട് സംസാരിച്ചു. പൂജ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നീ വേണമെങ്കിൽ ഋഷഭിനോട് തന്നെ സംസാരിച്ചാൽ മതി. അവൾ നേരെ മുകളിലേക്ക് പോവാണ്. എന്നാൽ പിന്നാലെ വന്ന കിയയും പൂജയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഉണ്ടാവുകയാണ്. ദേഷ്യം കൊണ്ട് കിയ അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂൾ എടുത്ത് അവളുടെ തലയ്ക്ക് നോക്കി ഒരൊറ്റ അടി അടിയാണ്. 2 തവണ പിന്നെ അടിച്ചു. എന്നാൽ മനഃപൂർവ്വം അവളെ കൊല്ലണം എന്ന് വെച്ച് ചെയ്തതല്ല. എന്നാൽ ആ അടിയിൽ പൂജ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയം കാരണം അപ്പൊ തന്നെ കിയ അവിടുന്ന് ഇറങ്ങി ഓടി. ഇതേ സമയത്തിന് വാച്ച്മാൻ നല്ല തിരക്കിലായതുകൊണ്ട് ഇയാൾക്ക് ഈ കിയ വന്നതും പോയതും നോക്കാൻ പറ്റിയില്ല. അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക. അതായത് വെൽ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു കൊലപാതകമൊന്നുമല്ല. എന്നാൽ ചില സാഹചര്യങ്ങൾ കിയക്ക് വേണ്ടി ഒരുപോലെ വന്നതുകൊണ്ടാണ് നമുക്ക് അവളെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. ഫൈനലി നമുക്ക് കില്ലറെ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. സോ എല്ലാവരും ബാക്ക് ടു നോർമൽ. പഴയ ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ പോവാം. ഇത് കാണിച്ചുകൊണ്ട് സിനിമയുടെ തീരാണ്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.